ജസ്നയെ കണ്ടെന്ന മുൻ ജീവനക്കാരിയുടെ ആരോപണം തള്ളി ലോഡ്ജ് ഉടമ. ജസ്നയുടെ രൂപസാദൃശ്യമുള്ള ആരും ലോഡ്ജിൽ വന്നിട്ടില്ല. വ്യക്തിവൈരാഗ്യമാണ് ഇപ്പോഴത്തെ ആരോപണത്തിനുള്ള കാരണമെന്നും ലോഡ്ജ് ഉടമ പറഞ്ഞു. അന്ന് പോലീസ് ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നോ? ഇല്ല, ഒരു പോലീസ് ചോദിച്ചിട്ടില്ല. എല്ലാം CBI ആണോ ക്രൈംബ്രാഞ്ചാണോ ഉദ്യോഗസ്ഥന്മാരെ പത്തനംതിട്ട വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് നേരം വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ പോലീസിന്റെ അന്വേഷിച്ചിട്ടുണ്ട്. ഈ ഹോട്ടൽ ഇതിപ്പോ നിങ്ങൾ തമ്മിലുള്ള വൈരാഗ്യത്തിനപ്പുറം അത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഇവരെല്ലാം മറ്റേ ക്രൈംബ്രാഞ്ചാണോ പത്തനംതിട്ട ക്യാമ്പിൽ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ളതാണ്. അന്ന് ഈ പുള്ളി പറയുന്നില്ല. ഇപ്പം ഞാൻ ഈ വിഷയം ഉണ്ടായപ്പോൾ മാത്രം പറയാൻ എന്നാണ് ഉദ്ദേശം. സനോജ് ചേരുന്നു. സനോജ്, ഇവർ 2018-ലോ 2019-ലോ ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴിയിൽ ഇത് തന്നെ പറയുന്നു. ഇപ്പോൾ വീണ്ടും അതേ ആരോപണം ആവർത്തിക്കുന്നു. അത് തെറ്റാണെന്ന് ലോഡ്ജ് ഉടമയും പറയുന്നു. എന്താണിപ്പോൾ ഈ ഒരു വരവിൻ്റെ പിന്നിലെ കാരണം? ഷമി, ഈ പുതിയ വെളിപ്പെടുത്തലിൽ യാതൊരു പുതുമയുമില്ല എന്നുള്ളതാണ് ഏറ്റവും മുൻപ് ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ച വേളയിൽ ഈ ജസ്നയെ കണ്ടെന്ന് പറയുന്ന നിരവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു. അന്ന് അത്തരത്തിൽ മൊഴികൾ നൽകിയ അല്ലെങ്കിൽ ജസ്നയെ കണ്ട് എന്ന് പറഞ്ഞ ആളുകളിൽ നിന്നുമെല്ലാം ഈ ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ പിന്നീട് അന്വേഷണം നടത്തി പലയിടങ്ങളിലും നടത്തിയ അന്വേഷണത്തിൽ ഈ ആളുകൾ നൽകിയ മൊഴിയിൽ യാതൊരു വസ്തുതയുമില്ല എന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തുകയായിരുന്നു. കാരണം ജസ്നയുമായി രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടി താൻ മുണ്ടക്കത്തെ സ്വകാര്യ ലോഡ്ജിൽ ജോലി ചെയ്യുന്ന വേളയിൽ 102 നമ്പർ മുറിയിൽ ജസ്നയുമായി രൂപസാദൃശ്യമുള്ള പെൺകുട്ടിയും യുവാവും വന്നിരുന്നു എന്നുള്ളതാണ് ഈ ജീവനക്കാരിയായിട്ടുള്ള രമണി നൽകിയിട്ടുള്ള മൊഴി. എന്നാൽ ആ മൊഴിയിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലോഡ്ജ് ഉടമയുടെ വാദം. ഇവർ മുൻപ് ലോഡ്ജിൽ ജീവനക്കാരിയായി ജോലി നോക്കിയിരുന്നുവെന്നും എന്നാൽ ഒരു പ്രത്യേക കാരണം കൊണ്ട് അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നുവെന്നും ആ പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു മൊഴി നൽകിയത് എന്നുമാണ്. ആ മൊഴിയിൽ യാതൊരു കഴമ്പുമില്ല എന്നും മുൻപ് ക്രൈംബ്രാഞ്ച് ഈ കേസന്വേഷണത്തിന്റെ വേളയിൽ ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നതാണ് എന്നുമാണ് ഈ ലോഡ്ജ് ഉടമ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത്തരം ഈ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ മുൻപ് കേസന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് സംഘം വിശദമായി പരിശോധിച്ചതാണ്. അന്ന് ഇത് വാർത്തയായതാണ്. ഈ വാർത്തയിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തയിൽ യാതൊരു പുതുമയുമില്ല. പക്ഷേ മത്സര മാധ്യമ പ്രവർത്തനത്തിന്റെ കാലഘട്ടത്തിൽ എന്ത് കിട്ടിയാലും വാർത്തയാവുന്ന ഈ കാലത്ത് ഇത്തരം വെളിപ്പെടുത്തലുകളും തീർച്ചയായും സനോജ്, ആ സ്ത്രീയുടെ ഒരു വെളിപ്പെടുത്തൽ കൂടി കണ്ടതിന് ശേഷം നമുക്ക് തിരികെ എത്താം. ജസ്നയെ കണ്ടെന്ന ലോഡ്ജിലെ മുൻ ജീവനക്കാരി രമണി പ്രതികരിച്ചു. ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടി ലോഡ്ജിൽ എത്തിയിരുന്നു. ഒരു യുവാവിനൊപ്പമാണ് ജസ്ന എത്തിയതെന്നും ഇവർ പറയുന്നു. അത് പത്രത്തിൽ പടം കണ്ടിയ കാണാതായപ്പോഴത്തേക്ക് ഫോട്ടോ കണ്ടു പത്രത്തിൽ. അന്നേരം ഞാൻ വിധിയോട് പോയിട്ട് ചോദിച്ചു, വിധി അന്ന് വന്നാൽ കൊച്ചലെ ഇത് തന്നെ പറഞ്ഞു, നമുക്ക് വേറെ പണിയൊന്നുമില്ല, ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞ് ഉണ്ടാക്കരുത് എന്നും പറഞ്ഞു. എന്നാൽ പിന്നെ അതുകൊണ്ട് ആരെങ്കിലും പറയുന്നത് പോകാൻ സമയം ഒരു ചെറുപ്പമുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു സനോജ് വീണ്ടും ചേരുന്നു. സനോജ്, ഇതുമായി ബന്ധപ്പെട്ട് സനോജ് ഇത് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നോ? തീർച്ചയായിട്ടും അന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയായ ടോമി ചെച്ചങ്കരിയുമായി നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം നമ്മളോട് അല്പം മുമ്പ് വ്യക്തമാക്കിയത് അന്ന് കേസ് അന്വേഷിച്ചിരുന്ന പത്തനംതിട്ട KG സൈമനാണ്. അദ്ദേഹത്തിനാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുക എന്നുള്ളതാണ് ടോമിൻ ചെച്ചങ്കരി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും KG സൈമനെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. വരും മണിക്കൂറിൽ ഇതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തതയോടുകൂടി നമുക്ക് നൽകാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ ജീവനക്കാരി, അതായത് മുൻ ജീവനക്കാരിയുടെ ഈ വെളിപ്പെടുത്തലിൽ യാതൊരു പുതുമയുമില്ല എന്ന് പറയാൻ കാരണം മുൻപ് ഇവർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. അന്ന് ഇത് വാർത്തയായിരുന്നു. കാരണം അന്ന് ജസ്നയെ കണ്ടു എന്ന് പറയുന്ന ആളുകളുടെയും അത്തരത്തിൽ മൊഴി നൽകിയ ആളുകളുടെയും എല്ലാം മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് ഈ കാര്യം വലിയ വാർത്തയായ സംഭവ വികാസങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ജീവനക്കാരി പറയുന്നു തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ളതാണ് ജീവനക്കാരിയുടെ പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയപ്പെടുന്നത് ഒരു പക്ഷേ ഈ ലോഡ്ജിന്റെ ഉടമയായിരിക്കാം
അവർ ഉന്നം വെക്കുന്നത്. കാരണം ലോഡ്ജ് ഉടമ പറയുന്നു, മുൻപ് ഇവർ ഇവിടെ ജോലി നോക്കിയിരുന്നു, അവരെ ഒരു പ്രത്യേക കാരണത്തിൽ പുറത്താക്കിയതാണ്. ആ പുറത്താക്കിയതിന്റെ വൈരാഗ്യത്തിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ലോഡ്ജ് ഉടമയുടെ ആരോപണം. രണ്ടുപേരുടെയും ഈ വെളിപ്പെടുത്തലുകൾ തീർച്ചയായും സനോജ് മാധ്യമപ്രവർത്തകർ ചെന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴി ആവർത്തിക്കുന്നു എന്നുള്ളതായിരിക്കാം അതിൻ്റെ യാഥാർത്ഥ്യം. സനോജാണ് വിവരങ്ങൾ നൽകിയത്.